അപ്പോൾ 6th പൊസിഷനിൽ വരുന്നതാണ് പഞ്ചിം സിറ്റി. പഞ്ചിം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഗോവയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് പഞ്ചിം സിറ്റി. നല്ലൊരു നൈറ്റ് ലൈഫിന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ പഞ്ചിം. അപ്പോ ഈ ഒരു പ്ലേസ് പഞ്ചിം സിറ്റി വരുന്നത് നമ്മുടെ ഡാപോളിം എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഒരു 28 കിലോമീറ്റർ ആണ്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഒരു 5-6 പ്ലേസ് എങ്കിലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാണാൻ പറ്റും. കാരണം അത്രയ്ക്ക് കുറെ പ്ലേസസ് ഒക്കെ ഉണ്ട് അവിടെ, വിസിറ്റ് ചെയ്യാൻ പറ്റിയ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള കുറെ പ്ലേസസ് ഉണ്ട്. അതിലൊന്നാണ് പഞ്ചിം ചർച്ച്, പിന്നൊന്ന് ഓൾഡ് ഗോവ ചർച്ച്. ഓൾഡ് ഗോവ ചർച്ചിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണണം. ഓൾഡ് ഗോവ ചർച്ചിലാണ് നമ്മളുടെ സെന്റ് സേവിയാസ് പുണ്യാളന്റെ ഇതുവരെ അഴുകാത്ത ബോഡിയൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. വളരെ ഫേമസ് ആണ്. അപ്പൊ നിങ്ങൾ അത് പോയി കാണണം. ഈ കഴിഞ്ഞ തവണ അതിന്റെ ഫെസ്റ്റ് ആയിരുന്നു, അപ്പൊ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് പോയി കാണണം എല്ലാവരും. പിന്നെ വരുന്നത് അവിടെ കാസിനോസ്. എല്ലാവരും ഗോവ ഫേമസ് ആയിട്ടുള്ള ഒന്നല്ലേ കാസിനോ. ഇന്ത്യയിൽ തന്നെ ആകെ കാസിനോ ഉള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ ഗോവ. അപ്പോ കാസിനോസ് നമുക്കിപ്പോ മജസ്റ്റിക് പ്രൈഡ് കാസിനോ, ബിഗ് ഡാഡി, അങ്ങനെ കുറെ കാസിനോസ് ഉണ്ട്. അതൊക്കെ നമ്മൾ നൈറ്റ് പോയി കാണാനായിട്ടാണെങ്കിൽ സൂപ്പർ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഗെയിംസ് ഒന്നും കളിച്ചില്ലെങ്കിലും അതിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ ഒരു 1500 ഒക്കെ പെർ പേഴ്സൺ റേറ്റ് വരുന്നത്. അപ്പോ അങ്ങനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ല ഡിന്നറൊക്കെ ഫ്രീ ആയിരിക്കും, ബുഫേ ഡിന്നറൊക്കെ കിട്ടും. അപ്പോ ഞങ്ങൾ ഇത് ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു, നല്ലതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ അവിടെ കാസിനോയിലൊക്കെ പോണേ, നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ടാണെങ്കിൽ കാസിനോസിലൊക്കെ പോവാം. പിന്നെ നിറയെ ക്രൂസ് ഉണ്ട് അവിടെ മണ്ടോവി റിവറിൽ. അപ്പോൾ അതും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഫോണ്ടിനോസ് ഉണ്ട്, അതായത് കളർഫുൾ ആയിട്ടുള്ള പലതരം കളറിൽ പെയിന്റ് അടിച്ചിട്ടുള്ള വീടുകളില്ലേ നമ്മളുടെ. കൊച്ചിയിലും ഫേമസ് ആണ്, അതേപോലെ തന്നെ ഇവിടെയുണ്ട് ഫേമസ് ആയിട്ടുള്ള ഫോണ്ടിനോസ് ഏരിയാസ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പോയിട്ട് നല്ല റീൽസും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള 5-6 പ്ലേസസ് നമുക്ക്. പിന്നെ ഡോണാപോള ബീച്ച്, അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഡോണാപോള ബീച്ച് വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് നിങ്ങൾ എന്റെ ലോങ് വീഡിയോ പോയി കാണണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ പ്ലേസസ് നമുക്ക് ഈ പഞ്ചിം സിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കവർ ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമുക്ക് ഇതേപോലെ ഒരു 7-8 പ്ലേസസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ പഞ്ചിം എന്ന് പറയുന്നത്. മെയിൻ അട്രാക്ഷൻ ആണ് ഗോവയുടെ. അപ്പൊ എല്ലാവരും മറക്കാണ്ട് പഞ്ചിം സിറ്റി എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ നമ്മളുടെ 7th പ്ലേസിൽ വരുന്നത് കലങ്കൂട്ട് ബീച്ച് ആണ്. കലങ്കൂട്ട് ബീച്ച് ഞാൻ അങ്ങനെ അധികം പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കുറെ ഗോവയില് ഫേമസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ബീച്ചസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നതാണ് കലങ്കൂട്ട് ബീച്ച്, കണ്ടോളി, മഞ്ജുണ എന്നൊക്കെ. അപ്പൊ ആ ഒരു ബീച്ച് തന്നെയാണ് കലങ്കൂട്ട് 7ാമത്തെ പൊസിഷനിൽ വരുന്നത്. അപ്പോ ഈ ഒരു ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രൗഡഡ് ബീച്ച് ആണ്. അപ്പൊ ക്രൗഡൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പോകാം. പിന്നെ എന്താ പറയാ, നിറയെ വാട്ടർ സ്പോർട്സുകൾ ഉണ്ട്. അപ്പോ അതൊക്കെ വാട്ടർ സ്പോർട്സുകളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്കും ഇവിടെ എന്തായാലും വന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കലങ്കൂട്ട് ബീച്ച്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാക്സ് ഉണ്ട്, ബീച്ച് ഷാക്സ് ഉണ്ട്. അപ്പോ പിന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു ടൈമിൽ ഒരു വൈകുന്നേരം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വാട്ടർ സ്പോർട്സ് ഒക്കെ കളിച്ച് നന്നായിട്ട് കുളിച്ച് കളിച്ച് രസിച്ച് നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കലങ്കൂട്ട് ബീച്ച് എല്ലാവരും മിസ്സാക്കണ്ട, എല്ലാവരും വന്ന് കാണണം കേട്ടോ. കലങ്കൂട്ട് ബീച്ച് ഇൻ ഗോവ, നോർത്ത് ഗോവ. അത് വരുന്നത് നമ്മുടെ പഞ്ചിം സിറ്റിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് വരുന്നത്. അപ്പോ 8th പൊസിഷനിൽ വരുന്നതാണ് വാഗത്തോർ ബീച്ച്. വാഗത്തോർ ബീച്ച് നല്ലൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു ബീച്ചാണ്. ഇവിടെ ഇതേപോലെ തന്നെ നല്ല എന്താ പറയാ വാട്ടർ സ്പോർട്സുകൾ ഉണ്ട്, പിന്നെ ഷാക്സ് ഉണ്ട്, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടാകും. എല്ലാം നമ്മുടെ കലങ്കൂട്ടും മഞ്ജുണ ബീച്ചൊക്കെ പോലെ തന്നെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് വാഗത്തോറും. അപ്പൊ നിങ്ങൾ വന്ന് ഈ ഒരു ബീച്ച് നിങ്ങൾ മറക്കണ്ട. അപ്പൊ 9th പൊസിഷനിൽ വരുന്നത് അഞ്ജന ബീച്ചാണ്. അഞ്ജന ബീച്ച് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. കലങ്കൂട്ടും കൺതോളിമും വാഗത്തൂറൊക്കെ പോലെ തന്നെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് അഞ്ജന ബീച്ച്. അഞ്ജന ബീച്ചിന്റെ മറ്റൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അഞ്ജന ഫ്ലീ മാർക്കറ്റ് ആണ്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെയുള്ള ഫ്ലീ മാർക്കറ്റ്സ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് അവർ ആദ്യം പറയുന്ന റേറ്റ് ഒക്കെ കുറച്ച് ഹൈ ആയിരിക്കും. നമ്മൾ നന്നായിട്ട് നമ്മുടെ ബാർഗെയിൻ സ്കിൽ അനുസരിച്ചിട്ട് നമുക്ക് നല്ല വില കുറവിലൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദി ലാംഗ്വേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ആ ഒരു ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. കാരണം മലയാളത്തിലോ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ വിചാരിക്കും കൊങ്കണിയാണ് നമ്മുടെ ഗോവൻ ലാംഗ്വേജ് എങ്കിലും അവര് ചിലപ്പോ ഇങ്ങനെ നിങ്ങൾ ഒരു പ്യാർ ടൂറിസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവര് ബാർഗെയിൻ ഒന്നും നിൽക്കാണ്ട് ആ ഒരു റേറ്റിൽ തന്നെ ഇതായിട്ട് നിൽക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഹിന്ദിയൊക്കെ സംസാരിച്ച് നല്ല രീതിയിലൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നല്ല രീതിയിലുള്ള കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. നല്ലൊരു മാർക്കറ്റാണ് അഞ്ജന ഫ്ലീ മാർക്കറ്റ്. അവിടെ നമ്മുടെ ഗോവയുടെ എല്ലാ ഫേമസ് ആയിട്ടുള്ള ഐറ്റംസും കിട്ടും. പിന്നെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വിലക്കുറവിൽ വാങ്ങാൻ പറ്റും.
അപ്പോൾ നമ്മുടെ ലാസ്റ്റ് 10th പൊസിഷനിൽ വരുന്നത് ബാഗ ബീച്ച് ആണ്. അപ്പോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ ബാഗ ബീച്ച്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ലൈഫിന് പറ്റിയ ഒരു ഏരിയ ആണ്, പറ്റിയ ഒരു ബീച്ചാണ് ഈ ഒരു ബാഗ ബീച്ച്. നല്ല ഓപ്പൺ ഷാക്കും പിന്നെ ഡിസ്കോ പബ് എല്ലാം കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഇപ്പൊ ബാഗ ബീച്ചും അതിന്റെ സറൗണ്ടിങ്സും വരുന്നത്. നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ക്ലബ് ടിറ്റോസ് ഒക്കെ ഈ ഒരു ബാഗ ബീച്ചിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബാഗ ബീച്ച് എക്സ്പ്ലോർ ചെയ്യണം. അതിന്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ വേറൊരു ഒരു പ്ലേസും കൂടി ഉണ്ട്, സ്നോ പാർക്ക്. ബാഗയുടെ അടുത്തായിട്ടാണ്, ബാഗ ബീച്ചിന്റെ തൊട്ടടുത്തായിട്ടാണ് ആ ഒരു സ്നോ പാർക്ക് വരുന്നത്. അപ്പൊ എന്തോ എൻട്രി ഫീസ് വരുന്നത് 500 700 ഒക്കെയാണ് പെർ പേഴ്സണ്. നല്ലൊരു ഏരിയ, നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. അതൊരു എനിക്ക് തോന്നുന്നു 1 to 2 hours ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 1 to 2 hours ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നല്ല സ്നോ സ്ലൈഡും സ്നോ ബോർഡിങ്ങും പിന്നെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മറക്കാണ്ട് ബാഗ ബീച്ച് വരുന്ന ആളുകൾ ബാഗ ബീച്ചിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു സ്നോ തീം പാർക്കും എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിനേക്കാളും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരാം. ബൈ.